നമ്മളിന്നൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളെ വിചാരിക്കുന്നു ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതായത് ട്രാവലിംഗ് വ്ളോഗ് മാത്രം. നമ്മൾ ഡെയിലി പോകുന്ന റൂട്ടിൽ അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഈ വണ്ടിയിലാണ് പോകുന്നത്. സമയം ഇപ്പം വെളുപ്പിന് 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പനിയിലേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വന്നേക്കുക. വണ്ടി ലോഡാക്കി അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് എടുക്കുക, ബില്ലൊക്കെ റെഡിയാക്കുന്നുണ്ട്. സന്ധ്യവട്ടനാടുന്ന് നമ്മൾ വണ്ടി എടുക്കുക, ബില്ല് റെഡിയാക്കി കഴിഞ്ഞാൽ അന്നേരം എടുത്തിട്ട് ഇപ്പോൾ വിടും. 5 മണിയാകുമ്പോൾ ഇവിടുന്ന് വിടണം എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ലോഡ് വരുന്നത് നേരെ വിരാജപേട്ട ആടുന്ന നേരെ മടിക്കേരിക്കാണ്. അപ്പോൾ ആ വഴിയിലുള്ള കാഴ്ചകളെല്ലാം കാണാം, ബാക്കി കാര്യങ്ങളെല്ലാം വഴിയേ കാണാം. ഓക്കെ, നമ്മളങ്ങനെ ഇരുട്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മളിങ്ങനെ ഇരുട്ടിയിൽ ആഡ്ലു അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മളിവിടെ മറ്റേ ഇരുട്ടിയിൽ നിന്ന് നമ്മൾ മൈസൂർ റോഡ് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഫില്ലിംഗ് സ്റ്റേഷൻ ആഡ്ലു എന്നുണ്ട്. മെറ്റാബ്ലൂവിൻ്റെ നമ്മൾ ഇച്ചറിൻ്റെയാണ് സാധാരണ ഒഴിക്കൽ. സന്ധ്യവട്ടൻ അവിടെ ഉണ്ട്, അവിടെ അടിക്കുന്നുണ്ട്. അടിപൊളി ഒരു പള്ളിയെല്ലാം ഉണ്ടേ. നമ്മളങ്ങനെ ആഡ്ലൂ എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. ഫുള്ളായി ഏകദേശം 1000 രൂപയുടെ അടുപ്പിച്ച് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആഡ്ലൂ ഫുള്ളാവും. നമ്മളെ തലശ്ശേരി കണ്ണൂരിൽ നിന്ന് നമ്മളെ മടിക്കേരി വിരാജപേട്ടക്ക് പോകുന്ന ബസ്സാണ് ലക്ഷ്മി. ഇവർക്ക് കുറേ ബസ്സുണ്ട്. അപ്പോൾ അതിൽ രാവിലെ അങ്ങോട്ട് വരുന്ന കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഒരു 2 മണിയാകുമ്പോൾ മടിക്കേരി എത്തുന്ന വണ്ടിയാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. കറക്റ്റ് നമ്മൾ മടിക്കേരി എത്തുമ്പോൾ ഇവർ അവിടെ ഉണ്ടാവലുണ്ട് ബസ് സ്റ്റാൻഡിൽ. അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനപ്പന്തിക്കവലെത്തിയിട്ടുണ്ട്. വള്ളിത്തോട് ആനപ്പന്തിക്കവല. നമ്മളെ യൂട്യൂബെല്ലാം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെ ഈ ബുൾജെറ്റിൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം അവരെ പഴയ വീട് എവിടെയാണ്. അപ്പോൾ അത് ഇവിടെയാണ്. ഇത് ഈ സ്ഥലവും ഈ പള്ളിയും ഇതും എല്ലാം കണ്ടവർക്ക്, പഴയ വീഡിയോ എല്ലാം കണ്ടവർക്ക് അറിയാം. ഇതാണ് അവരെ വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഇതിൻ്റെ മുകളിലാണ് അവരെ വീട്. അത്യാവശ്യം പഴയ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, മനസ്സിലാവും, പെട്ടെന്ന് ക്ലിക്കാവും. ഈ ബുൾജെറ്റ് വ്ളോഗ് ചെയ്യുന്ന സ്കൂളാണല്ലേ ഇത്? ഇതാണ് ഈ ബുൾജെറ്റ് വ്ളോഗ് ചെയ്യുന്ന സ്കൂൾ. അവർ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം വീട്ടിലെല്ലാം പാസ്സായി. പിന്നെ ആനപ്പന്തിക്കവല എന്ന് പറഞ്ഞ സ്ഥലം കഴിയും. ആനപ്പന്തിക്കവല കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ മാക്കൂട്ടം ചുരം കയറാൻ പോയി. മാക്കൂട്ടം ചുരം കയറണമെങ്കിൽ നമ്മൾ നല്ല റോഡ് കൊണ്ടുണ്ടെങ്കിൽ കേരളം കഴിയുന്നതോടുകൂടി റോഡിൻ്റെ അവസ്ഥ ഭയങ്കര പോക്കാണ്. ഒന്നാമത് മഴയും കൂടി പെയ്യുന്നതുകൊണ്ട് ഒട്ടും തീരെ റോഡ് തന്നെ പറയാൻ പറ്റില്ല. ഭയങ്കര കുളവും കുണ്ടും കുഴിയെല്ലാം. അപ്പോൾ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ എത്താനായി. ചുരം കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് കേരള ബോർഡർ കഴിയാനായി. അത് കയറി ആ പാലം കഴിഞ്ഞ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് പാലം കഴിഞ്ഞാൽ അതിന് നേരെ അപ്പുറം പിന്നെ കർണാടക ആയി. അത് ആടെ തൊട്ട് ആ റോഡ് കംപ്ലീറ്റ് പോയി കിടക്കുക. എന്തുകൊണ്ടാകുന്നത് കർണാടക സർക്കാർ നന്നാക്കത്തെന്നറിയില്ല. കുറേ കാലങ്ങളായിട്ട് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. രാത്രികാല ബസ് ബാംഗ്ലൂരേക്ക് പോകുന്ന ബസ്സും ബാംഗ്ലൂരേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം ട്രാവൽ ചെയ്യുന്നവരെല്ലാം ഈ റോഡാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരി, കോഴിക്കോട് ആ ഭാഗത്തു നിന്നെല്ലാം വരുന്നവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലെന്നുള്ള വയനാട് വഴി കയറി പോകാനില്ല. നമ്മളെ പാലം ഇത് കഴിയുന്നതോടുകൂടി കേരളം കഴിഞ്ഞു കേട്ടോ. ഈ കയറുന്നത് കർണാടകയാണ്. ഇവിടെ തൊട്ട് റോഡ് ഭയങ്കര മോശമാണ്. ആരോട് പറയാനാ? കണ്ടോ, ഇവിടെ തൊട്ട് തുടങ്ങി അങ്ങ് മേളി വരെ കണക്കാം. കർണാടക കയറി കഴിഞ്ഞാൽ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ തൊട്ടിലാട്ടം പോലെ തന്നെ കേട്ടോ. അത്രയും റോഡ് പോയി കിടക്കുക. ഇതിലാണ് ഒട്ടുമിക്ക രാത്രികാല ബാംഗ്ലൂർ ബസ്സും ഇതിലേ കൂടി രാത്രി കയറി പോകുന്നു. എങ്ങനെ ഇവന്മാർ ഡെയിലി ഇതിലേ കൂടെ വണ്ടി കൊണ്ട് പോകുന്നു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത്രയും പോയി കിടക്കുക. ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണോ ഇതിങ്ങനെ ടാർ ചെയ്യാണ്ടിട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് മൊത്തം ഫോറസ്റ്റാണ് അങ്ങ് വരെ. ഇപ്പോൾ 27 കിലോമീറ്റർ അടുപ്പിച്ച് അങ്ങാണ്ട് ഫോറസ്റ്റാണ് മുകളിൽ വരെ. താഴെ കൂടെ ഇരുട്ടി പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. നമ്മൾ മാക്കൂട്ടം
ചെക്ക് പോസ്റ്റ് കയറിയിരിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ചെക്ക് പോസ്റ്റും രണ്ടാമത്തെ ചെക്ക് പോസ്റ്റും 3 ചെക്ക് പോസ്റ്റ് ഉണ്ട് നിലവിൽ. അപ്പോൾ ടോട്ടൽ 4 ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ ഒന്ന് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നവിടെ കേരളത്തിലെ ചെക്ക് പോസ്റ്റ്, അത് ഇങ്ങോട്ട് വരുന്ന വണ്ടിനെ ചെക്ക് ചെയ്യില്ല, അത് തിരിച്ചങ്ങോട്ട് പോകുന്ന വണ്ടിനെ മാത്രമേ ചെക്ക് ചെയ്യൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വണ്ടിനെ ഇവിടെ നിന്നോട്ട് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് തൊട്ട് ചെക്ക് ചെയ്യും. അവിടെ നിന്ന് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണമുണ്ട്, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് മുകളിൽ പെരുമ്പാടി ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ മൊത്തം നിലവിൽ 3 ചെക്ക് പോസ്റ്റാണ് ഉള്ളത്. ഇങ്ങനെ കയറി കഴിയുമ്പോൾ കർണാടക ഫോറസ്റ്റ് കയറി കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കുടിലുകളാണ്. അതാ ഇങ്ങനെ കുറേ കുടിലുകളുണ്ട്. ഇങ്ങനെ ഇവിടെ മുമ്പേ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നുണ്ട്. അത് എന്താ പറയണ്ടേ, പണ്ട് മുതലേ ഇല്ലവരാണോ ഇതിപ്പോൾ അത് കേരളക്കാരാണോ കർണാടക ആൾക്കാരാണോ എന്നുള്ള കാര്യം അറിയില്ല. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് അടിക്കണേ. ഇത്രയും നേരം മഴ ഉണ്ടായില്ല, ഇപ്പം നല്ല മഴ പെയ്യാൻ തുടങ്ങിയേ. ഫോറസ്റ്റ് കയറാൻ തുടങ്ങി, ചുരം കയറാൻ തുടങ്ങി, നല്ല മഴ പെയ്യാൻ. പക്ഷെ നല്ല വൈബാണേ ഈ റൂട്ട്. ബൈക്ക് റൈഡേഴ്സിനൊക്കെ അടിപൊളിയായിരിക്കുമേ. കാരണം നല്ല മഞ്ഞും മഴയുടെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. നല്ല മഞ്ഞും ഉണ്ടാവും അത്യാവശ്യം. ഇപ്പോൾ മഞ്ഞ് കുറവാണ്, കുറച്ച് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ നല്ല മഞ്ഞുണ്ടാവും. വെള്ളത്തിൻ്റെ കോടമഞ്ഞുണ്ടാവും അല്ലേ? അതിവിടെ പറയുന്നത് മുകളിലെത്തുമ്പോൾ കോടമഞ്ഞുണ്ടാവില്ല, താഴോട്ട് അങ്ങനെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും കാണാനുണ്ട് കേട്ടോ ഒരുപാട്. മൃഗങ്ങളെ വലിയ ശല്യമൊന്നും ഇതുവരെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കുറേ കുരങ്ങന്മാരുണ്ട്. മൃഗങ്ങളൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഈ റൂട്ടിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നല്ല ഹൈറ്റും താഴെ നല്ല വലിയ താഴ്ചയിലേക്ക് ഇങ്ങനെ കൊക്ക പോലെ ഉണ്ട്. അതുകൊണ്ട് പക്ഷെ ബോർഡ് വെച്ചിട്ടുണ്ട്, എലിഫൻറ്റ് വാണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എലിഫൻറ്റ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാമല്ലേ, അടിപൊളി. നല്ല കോട മഞ്ഞ് കയറി വരുന്നുണ്ടേ. വീഡിയോയിലേക്കൂടെ കാണുന്നത് കുറവാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വ്യൂവാണ്. എതിരെ വണ്ടി വരുന്ന വണ്ടി പോലും ചില സ്ഥലത്തൊന്നും കാണൂല, അത്രയും മഞ്ഞ. ഇവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. റോഡിൻ്റെ അവസ്ഥ ഉണ്ടാകും. ഏകദേശം നമ്മൾ മുകളിലെത്താനായി. അതിന് നല്ലോണം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. മുകളിലെത്തുമ്പോൾ നല്ലോണം പോയി കിടക്കും. എലിഫന്റ് ക്രോസിംഗ് വാണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റോഡ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് വല്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ലോഡ് വണ്ടിക്കാർക്കാട്ടോ. ആക്സിൽ പൊട്ടലും ലീഫ് പൊട്ടലും ഒക്കെ കിട്ടും. ലോഡ് കൊണ്ടൊക്കെ കയറി പോകുമ്പോഴേ അവസ്ഥ ഭയങ്കര. അപ്പോൾ നമ്മൾ പെരുമ്പാടി ചുരമെല്ലാം കഴിഞ്ഞ് മുകളിലെത്തിയിട്ടാണ് നമ്മൾ പേട്ടക്കോട്ടിലെ റോഡിൽ പോയിക്കൊണ്ടിരിക്കുക. വിരാജപേട്ടക്കിലെ റോഡ് പോയിക്കൊണ്ടിരിക്കുക. നേരെ പോയി കഴിഞ്ഞാൽ വിരാജപേട്ട ടൗണിലേക്കാണ് പോയി കയറുക. ഇനി അങ്ങോട്ട് മൊത്തം നമുക്കെന്താ നമ്മുടെ കാപ്പിത്തോട്ടം, മൊത്തത്തിൽ എസ്റ്റേറ്റും കാപ്പിത്തോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെ മെയിനായിട്ട് ഇവരെ കൃഷി എന്ന് പറയുന്നത് കാപ്പിയാണ്. എവിടെ നോക്കിയാലും നമുക്ക് കാപ്പിത്തോട്ടമൊക്കെ കാണാൻ പറ്റും. വിരാജപേട്ട ഏറ്റവും കൂടുതൽ വിരാജപേട്ട മലയാളികൾ കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർക്ക് വരെ മലയാളം സംസാരിക്കാൻ അറിയും. എല്ലാവരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലയാളം കേട്ടാൽ മനസ്സിലാവും ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് കർണാടക പറയാൻ ഭയങ്കര ടഫാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് മലയാള ഭാഷയാണ് ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. എന്നാലും ഇവർക്ക് മലയാളം പെട്ടെന്ന് ആക്സസ് ചെയ്തിട്ട് പെട്ടെന്ന് വർത്താനം പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് അതേപോലെ കർണാടക പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ ഇവിടെ കച്ചവടവും കാര്യങ്ങളും ബിസിനസ്സെല്ലാം ആയിട്ട് ഇവിടെ തന്നെ കൂടിയ കുറേ ടീമുണ്ട്. ഒട്ടുമിക്ക നോക്കാം, ഒരു 10 കടകളിൽ ഒരു കടയിൽ കയറിയാൽ അവിടെ മലയാളിയുടെ കടയായിരിക്കും. ഏറ്റവും കൂടുതൽ കച്ചവടം ഇവിടെ മലയാളികൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മാർക്കറ്റാണ്.
ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ്. ഇവിടുത്തെ പാർക്കിങ് ഭയങ്കര കോമഡിയാണ്. 15 ദിവസം ഇപ്പുറം പാർക്കിങ്, 15 ദിവസം ഇപ്പുറം പാർക്കിങ്, അന്നേരം അപ്പുറത്തൂടെ വണ്ടി വിടും. അങ്ങനെയല്ല. അപ്പം നാളെ 15-ാം തീയതി നാളെ മുതൽ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലാണ് പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകേണ്ടത് അപ്പുറത്തെ സൈഡിലേക്ക് കൂടെ പോകേണ്ടത്. ഇവിടെ വിരാജിപ്പേട്ട മീൻ മാർക്കറ്റാണ്. ഇത് ഫിഷ് മാർക്കറ്റാണ്. മുകളിൽ നമ്മൾ നേരത്തെ കണ്ടത് പച്ചക്കറി മാർക്കറ്റാണ്. നമ്മളിവിടുത്തെ ബായിമാരാണ്. നഷ്ടായിതാ ഇതെല്ലാം നമ്മളെ പയ്യന്മാരാണ്. നമ്മളെ വിരാജിപ്പെട്ട ഷോപ്പ്. ഇവിടെ നമ്മൾ നേരെ 2-3 റിസോർട്ടുണ്ട്. റിസോർട്ടിൽ കൊടുക്കാൻ വേണ്ടി പോകണം. റിസോർട്ടിലും കൊടുത്ത് അവിടെ നേരെ മടിക്കേരി നമ്മളെ ഷോപ്പിലേക്ക് പോകും. അവിടെ എത്തുമ്പോഴത്തേക്ക് വൈകിട്ടാവും. അറിയില്ല. കന്നഡ കേരള പാടില് பண்ணிട്ടുണ്ട്. കന്നഡ பேச முடியாது. കന്നഡ தெரியும், കന്നഡ കേട്ടാ മനസ്സിലാവും, പക്ഷെ റിട്ടേൺ പറയാറില്ല. கொஞ்சம் கொஞ்சம் பேசுறா. സിബിൻ പേസാത്. മസാലപ്പൊടി കാണിച്ചു തരാം. ഇവർ ഇവിടെ സെയിലാക്കുന്നതാണ് ചിക്കൻ മസാല. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കുറച്ചില്ലേ. എത്ര ഗ്രാമിൻ്റെ ആണെന്ന് അറിയില്ല. സംഭവം കുറച്ചില്ല. ഇത് ഇത്ര പേരെയും കണ്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് വെച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മസാല ഇവരെ തന്നെ ആക്കുന്നതാണ്. നല്ല അടിപൊളി സംഭവമാണ്. ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, കബാബ്, ഓരോ ഐറ്റംസിന് വേണ്ടി ഓരോന്നും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിനോടെ നമ്മളെ ബയ്യമാരെല്ലാം പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും തിരക്കാണ്. സന്ദീപേട്ടൻ ലോഡ് ഇറക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ അൺലോഡാക്കിയിട്ട് വിടലേ. വിരാജിപ്പെട്ട മടിക്കേരി റോഡ് നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്, മഴയും. നമ്മളിങ്ങനെ മടിക്കേരി റോഡ് കയറി മടിക്കേരി എത്താനായിട്ടാണ്. ഇങ്ങനെ ഇനി ഒരു 5 കിലോമീറ്റർ ഇല്ല, കഷ്ടിച്ച് മടിക്കേരി എത്തും. ഈ റോഡ് പിന്നെ മംഗലാപുരത്തു നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് മംഗലാപുരത്തു നിന്ന് മടിക്കേരി ടച്ചായി ആ വഴി അങ്ങനെ മൈസൂർ ബാംഗ്ലൂർ പോകുന്ന റോഡാണ്. പിന്നെ മടിക്കേരി രാജാ സ്ട്രീറ്റ്. മടിക്കേരിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒന്നാണ് രാജാ സ്ട്രീറ്റ്. അത്യാവശ്യം ശനി ഞായർ ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ടാവും ഇവിടെ. നമ്മളങ്ങനെ മടിക്കേരി നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിലെത്തിയിട്ടില്ലേ. പാർക്കിങ്ങിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഷോപ്പ് വരും. സന്ദീപേട്ടൻ അവിടെ പോയി നിൽക്കുന്നുണ്ട് ബില്ലെല്ലാം എടുത്തിട്ട്. അവർ വരാൻ വേണ്ടി കാത്തിക്കുന്നു. വന്നു കഴിഞ്ഞാൽ അൺലോഡാക്കാൻ പറ്റും. നമ്മളെ മടിക്കേരി ഭാഗത്തെല്ലാം വന്നിട്ട് കേരള ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നായി. നമ്മളെ കാവേരി ഹാളിൻ്റെ നേരെ ഫ്രണ്ടിൽ. അല്ല എന്തിയോട്ടാ നല്ല ടേസ്റ്റില്ലേ ചോറും കറിയും? ഏതാ പീടിയ? കേരള ഭക്ഷണം. ഇതാ നമ്മളെ ഹോട്ടലിലെ ചേട്ടൻ. പുള്ളിക്ക് മലയാളം അറിയാം. അങ്ങനെ മടിക്കേരി അൺലോഡാക്കിയിട്ട് ഇറങ്ങിയല്ലോ എന്തിയോട്ടാ അല്ലേ? നാട്ടിലേക്ക് പോലെ മടിക്കേരി അൺലോഡാക്കി നാട്ടിലേക്ക് പോലായി. അത്യാവശ്യം നല്ല വൈബില്ല റോഡ് തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടേ ആ റോഡ് തന്നെ, ഈ റോഡ് സെയിം റോഡ് തന്നെ. അത് ഒരു 2 കിലോമീറ്റർ വരെ സെയിം റോഡാണ്. അവിടെ നിന്ന് പിന്നെ നേരെ തന്നെ പോകും. ലെഫ്റ്റിലേക്ക് പോയാൽ വിരാജിപ്പേട്ട പോകും. ഇവിടെ വന്നത് ആ വഴിയാണ്. പോകുന്നത് നേരെ പോകും മാംഗ്ലൂർ റോഡ് പോയി അവിടെ നിന്ന് സുള്ളി എത്തും. സുള്ളിലേക്ക് നേരെ ബന്തടുക്കയിലേക്ക് കയറും. ഇവിടുന്ന് കറക്റ്റ് 48 കിലോമീറ്റർ ഉണ്ട് സുള്ളിയിലേക്ക്. സ്ട്രെയിറ്റ് റോഡ് തന്നെ കേട്ടോ, സെയിം റോഡാണ്. വേറെ ഇങ്ങോട്ട് മാറിക്കയറാനൊന്നുമില്ല. നമ്മളങ്ങനെ വന്ന് സുള്ളി എത്തിയിട്ടുണ്ട്. ഇത് സുള്ളിയ ബന്തടുക്ക റോഡാണ്. സുള്ളിയിൽ നമ്മൾ തെറ്റി ഇറങ്ങി ബന്തടുക്ക റോഡ് കയറി ഇങ്ങനെ നേരെ ബന്തടുക്ക പോകും, കേരള ബോർഡർ. അങ്ങനെ നമ്മൾ തിരിച്ച് രാവിലെ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കഴുകാനുള്ള പരിപാടിയിലാണ്. സന്ധ്യയുടെ സോപ്പും അതുപോലെ സോപ്പ് ഓയിൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ ഒരു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വണ്ടി കഴുകുക, നേരെ വീട്ടിൽ പോവുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.